സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ കാണിക്കാൻ വന്നിരിക്കുന്ന ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട് ടൗൺഷിപ്പിലെ എല്ലാ വീടുകളുടെയും പണി ഏകദേശം പൂർത്തിയായി. അതിലേക്ക് പുതിയ താമസക്കാർ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ കഴിഞ്ഞ മാസങ്ങളായിട്ടും ഈ മാസങ്ങളിൽ പാതിയായിട്ടും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വയനാട് പുനരധിവാസം എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ ചിരിക്കാത്ത ഒരു കർക്കശ സ്വഭാവമുള്ള ധാർഷ്ട്യക്കാരനായിട്ടുള്ള ഏകാധിപതി ചമഞ്ഞിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ നടപ്പിലാക്കിയ, അല്ലെങ്കിൽ അയാൾ പടുത്തുയർത്തിയ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ ആ ഒരു ധാർഷ്ട്യ സ്വഭാവം കൊണ്ട് അയാൾ തന്നെ പടുത്തുയർത്തിയ ഒരു സാമ്രാജ്യം എന്ന് തന്നെ വയനാട് ടൗൺഷിപ്പിനെ നമ്മൾ വിളിക്കണം. ഇതിനിടയിൽ ഇതെല്ലാം ചെയ്തത് ഞങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു അറ്റം പിടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന കുങ്ങിക്കുട്ടന്മാരെ നമ്മൾ കാണുന്നുണ്ട്. അവരെ നമ്മൾ കാണാതെ പോകരുത്. അവരുടെ കഴിവും ഇതിനകത്തുള്ളൊരു വലിയൊരു ഘടകം തന്നെയാണ്. അതായത് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഫണ്ടിലേക്ക്, ദുരിതാശ്വാസ നിധിയിലേക്ക്, അതായത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആളിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കരുത്, അതെല്ലാം അന്യാധീനപ്പെട്ടു പോകും, അതെല്ലാം പുട്ടടിക്കാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടാണ്, നിങ്ങൾ ഒരിക്കലും അങ്ങനെ കൊടുക്കരുത്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ്ലി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമായിട്ട് നിൽക്കുന്ന ചില ആളുകളെ കൊണ്ടൊരു ക്യാമ്പയിൻ എന്നോണം പറയിപ്പിക്കുകയും, അതേപോലെ തന്നെ ഇവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ പറയാതെ പറയുകയും, ചില ആളുകൾ പ്രത്യക്ഷത്തിൽ വന്നിരുന്ന് പറയുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു കാരണവശാലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് ഇടരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ മെഴുകിയപ്പോൾ ഇവർ അറിഞ്ഞിരുന്നില്ല ഈ പോകുന്ന ഫണ്ടെല്ലാം കൃത്യമായിട്ട് എത്തേണ്ട കാര്യങ്ങളിൽ തന്നെ എത്തുമെന്നുള്ളത്. അപ്പോൾ ഇവർ ഒരുപാട് മെഴുകലുകളൊക്കെ മെഴുകിയിട്ടും ഇവർ ഉദ്ദേശിച്ച രീതിയിൽ ഒന്നും എത്തുന്നില്ല എന്നുള്ളത് ഇവർക്ക് മനസ്സിലായപ്പോൾ പിന്നീട് കുറച്ച് ആത്മസമീപനം പാലിച്ചു. പിന്നീട് കിട്ടാത്ത വിഷയങ്ങളും ഇല്ലാത്ത വിഷയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അതിനെതിരെ മെഴുകാനായിട്ട് ഇവർ ശ്രമിച്ചു. അങ്ങനെ ശ്രമിച്ച് ഇടതുപക്ഷ സർക്കാർ ഇവിടെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലേക്ക് ഇന്ന് വാർത്തകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അപ്പൊ നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് വയനാട് ടൗൺഷിപ്പിനെ പറ്റി. ഇന്ന് ഞാൻ അതിനെപ്പറ്റി കണ്ടൊരു വീഡിയോ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ വന്നത്. നമുക്കറിയാം, വയനാട് ടൗൺഷിപ്പിലെ വീടുകൾ ഓരോ ആളുകൾക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ വയനാട് ടൗൺഷിപ്പിലെ വീടുകളുടെ താക്കോൽദാനം എല്ലാം കഴിഞ്ഞ് പിന്നീട് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ചില മാധ്യമങ്ങളെന്ന് എനിക്ക് പറയാനുള്ളൂ, എല്ലാ മാധ്യമങ്ങളെന്ന് ഞാൻ പറയില്ല, ചില മാധ്യമങ്ങൾ പക്ഷം ചേർന്നുകൊണ്ട് ചില ആളുകൾക്ക് വേണ്ടിയിട്ട് പണിയെടുത്തു. അങ്ങനെ പണിയെടുത്തുകൊണ്ട് തന്നെയും നൗഫൽ എന്ന് പറയുന്ന ഒരു വീട്ടുടമ രംഗത്തേക്ക് വന്നു. ആരാണ് ഈ നൗഫൽ? ആരാണ് ഈ വീട്ടുടമ? അല്ലെങ്കിൽ നൗഫൽ ആരുടെ അടിമയാണ്? അപ്പോൾ നൗഫൽ എന്ന് പറയുന്നവൻ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ടൗൺഷിപ്പിൽ അവരുടെ കുടുംബത്തിലുള്ള എല്ലാ ആളുകളും നഷ്ടപ്പെട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു നൗഫൽ. ആ നൗഫലിന് ഇടതുപക്ഷ സർക്കാർ ഒരു വീട് സാക്ഷാത്കരിച്ചു കൊടുക്കുമ്പോൾ ആ വീട് കിട്ടിയിട്ട് ആ വീടിന്റെ കാര്യവും പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടിപ്പുറപ്പെട്ടു വന്നൊരു മനുഷ്യനായിരുന്നു നൗഫൽ എന്ന് പറയുന്നത്. ആ നൗഫൽ വന്നിട്ട് പറഞ്ഞത് അയാളുടെ വീടിന്റെ മേൽക്കൂരയിൽ കൂടി ലീക്കാണ്, വിള്ളലാണ്. ആ വിള്ളലിനിടയിൽ കൂടി വെള്ളം കിനിഞ്ഞിറങ്ങുന്നുണ്ട്. അവിടെ കെ രാജൻ എന്ന് പറയുന്ന ഒരു റവന്യൂ മന്ത്രി ഉണ്ടായിരുന്നു. ഈ മന്ത്രി അവിടെ ചെന്നിട്ട് വിള്ളലാണോ എന്നുള്ളത് പരിശോധിച്ചിട്ട് അതൊരു സാൻഡ് പേപ്പർ ഇട്ട് ഇങ്ങനെ തുടച്ച സമയത്ത് വിള്ളലെന്ന് അവർ അവകാശപ്പെടുന്ന സാധനം പെട്ടെന്ന് മാഞ്ഞുപോയി. ഒരു വിള്ളൽ ഒരിക്കലും മാഞ്ഞു പോലെന്ന് നമുക്കറിയാം. ഒരു നേരിയ വരയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ വര മാഞ്ഞുപോയി. അങ്ങനെ മാഞ്ഞുപോയ സമയത്ത് അതിനെ വേറെ എന്തെങ്കിലും പറഞ്ഞ് മെഴുകണമല്ലോ. അപ്പം നൗഫലിന് കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം കൂടി പറഞ്ഞു കൊടുത്തൊരു കള്ളം, എൻ്റെ വീട്ടിലേക്ക് മന്ത്രി കയറി വന്നിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു, കിളി പോയതുപോലെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നത്. അപ്പോൾ ഓൾറെഡി അവിടെയുള്ള എല്ലാ പണിയും ചെയ്തിട്ടുള്ള, എല്ലാ കാര്യങ്ങളും അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നോക്കി കണ്ട് ചെയ്തു കൊടുത്തിട്ടുള്ള മന്ത്രി കെ രാജൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കിളി പോയവനെന്നും കൂലിപ്പണി രാജൻ എന്നും ഒക്കെ വിളിക്കുന്ന ചില ആളുകളുടെ മെഴുകലുകൾ നമ്മൾ കണ്ടു. അപ്പോൾ ഇതിനൊപ്പം നിന്നുകൊണ്ട് ഈ പറയുന്ന നൗഫൽ എന്ന് പറയുന്നത് നല്ല കളി കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് നൗഫലിന്റെ രാഷ്ട്രീയ ചരിത്രം, അല്ലെങ്കിൽ നൗഫലിന്റെ രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നമ്മൾ അറിയുന്നത്. അങ്ങനെ അറിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇവിടെ നടന്നിട്ടുള്ള കളികൾ എന്തായിരുന്നുവെന്നും ഇടതുപക്ഷ സർക്കാരിനെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യണം, അതിനു വേണ്ടിയിട്ട് താറടിച്ച് കാണിക്കണം, അതിനു വേണ്ടിയിട്ട് ഇവർ കണ്ടുപിടിച്ചൊരു മാർഗ്ഗമായിരുന്നു എന്നുള്ളതുമൊക്കെ ആ സമയത്താണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനെ എല്ലാവരും കൂട്ടുപിടിച്ചുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ ചെയ്തു കൊടുത്തതെല്ലാം വൃത്തികേടാണ്, ഒന്നും അവിടെ നല്ലതായിട്ട് ചെയ്തിട്ടില്ല, ജനങ്ങളെ പറ്റിക്കുകയാണ്, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ്, 7,000 കോടി പിരിച്ചതിൽ ബാക്കി ഫണ്ട് എവിടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ മെഴുകലുകളൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ ആ പിരിച്ച ഫണ്ടിൽ നിന്ന് എല്ലാം കിട്ടേണ്ടത് ആരാണോ അർഹതപ്പെട്ട ആളുകളുടെ എല്ലാം കരങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിച്ച ഒരു മനുഷ്യൻ തന്നെയായിരുന്നു ഇടതുപക്ഷ സർക്കാർ. മനുഷ്യന്മാരുടെ സംഘടന തന്നെയായിരുന്നു ഇടതുപക്ഷം, അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കണ്ടൊരു വീഡിയോ, ആ വാർത്ത ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ കൈരളി ചാനലാണ് ഈ ഒരു വാർത്ത പങ്കുവച്ചിരിക്കുന്നത്. നമ്മൾ അന്ന് തന്നെ ചർച്ച ചെയ്തൊരു കാര്യമുണ്ടായിരുന്നു. ഈ നൗഫൽ എന്ന് പറയുന്നവൻ്റെ ഒരു സഹോദരൻ, അദ്ദേഹം മാധ്യമങ്ങൾക്ക് കൊടുത്തൊരു അഭിമുഖത്തിൽ, അല്ലെങ്കിൽ മാധ്യമങ്ങൾ വിളിച്ച സമയത്ത് പറഞ്ഞത് ആ വീടിന് ശരിക്കും വിള്ളലുകളൊന്നുമില്ല, ഇടതുപക്ഷ സർക്കാർ നല്ല രീതിയിൽ തന്നെയാണ് വീടുകൾ വെച്ച് നൽകിയത്, അനിയൻ അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്താണെന്ന് അറിയില്ല എന്നായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് മാധ്യമങ്ങളുടെ മുൻപിൽ നേരിട്ട് വന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് നൗഫലിന്റെ സഹോദരൻ.
അദ്ദേഹം പറയുന്നതിൽ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നല്ലേ? ആ വീട്ടിൽ ശരിക്കും പറഞ്ഞ ഒരു പ്രശ്നങ്ങളും ഒന്നുമില്ല. അത് അവനെയും കൊണ്ട് ചില ആളുകൾ ചെയ്യിപ്പിച്ചതാണ്. LDF സർക്കാർ ഞങ്ങൾക്ക് വേണ്ടി പൂർത്തീകരിച്ചു തന്ന വീട് വളരെ നല്ല വീടാണ്. അതിലുള്ള എല്ലാ എക്യുപ്മെന്റ്സും അല്ലെങ്കിൽ എല്ലാ സാധന സാമഗ്രികളും വളരെയധികം വിലമതിപ്പുള്ളതാണ്. ലക്ഷങ്ങൾ വിലമതിപ്പ് വരുന്നതാണ്. ഒരു സർക്കാർ നൽകിയ വീടെന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം നല്ല രീതിയിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നു എന്ന് വേണം പറയാനെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അത് കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. ഇതെല്ലാം സർക്കാരിന്റെ മുതലാണ്. ഈ പിന്നെ എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് 1 ലക്ഷം റുപ്യന്റെ ഫർണിച്ചർ വാങ്ങിച്ചു. അത് മൊത്തം ഇതിലുണ്ട്. ഈ വീടും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്നാലും വളരെ വളരെ സന്തോഷമുണ്ട്. വേറൊരു കാര്യം കൂടി, ഈ വീടിന് വില്ലൽ ഇതൊക്കെ വലിയ പ്രശ്നമായി മാറിയിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എന്താ അവസ്ഥ? അതൊക്കെ അവർക്ക് തന്നെ അറിയാം എന്താ അവസ്ഥ. അങ്ങനത്തെ ഒരു ഇതും ഇല്ല എന്റെ അഭിപ്രായത്തിൽ, എന്റെ കാഴ്ചപ്പാടില്. അവര് കേറിക്കൂടാൻ നിൽക്കുകയാണ്. എന്റെ അനിയനാണ് അത് പറഞ്ഞതല്ലേ? അതെ, പറഞ്ഞത് എന്തോട്ടെ, അതിന്റെ രാഷ്ട്രീയമായിരിക്കും. കണ്ടില്ലേ, അദ്ദേഹം പറയുന്നത് എൻ്റെ അനിയനാണിത് പറഞ്ഞത്, അവർക്ക് ചില ആളുകൾക്ക് കയറി കൂടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്, അത് അവൻ്റെ രാഷ്ട്രീയമാണ്, ആ രാഷ്ട്രീയം വെച്ചിട്ടാണ് അവൻ പറഞ്ഞതെന്നാണ് പറയുന്നത്. വളരെ വ്യക്തമായിട്ട് തന്നെ സ്വന്തം അനിയൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും നല്ലത് കണ്ടു കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറയുകയും തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു നല്ല സഹോദരനെ കൂടിയാണ് നമ്മളിവിടെ കാണുന്നത്, അല്ലേ? അതായത് ആ അനിയൻ പറഞ്ഞൊരു കാര്യത്തിന് തെറ്റാണെന്ന് തന്നെ മാധ്യമങ്ങൾ വന്നപ്പോഴും അദ്ദേഹം അംഗീകരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അനിയൻ്റെ അടുത്ത് പകയുണ്ടായിട്ടൊന്നുമല്ല, ചെയ്തു കൊടുത്തിട്ടുള്ള നല്ല പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ നല്ല പ്രവർത്തികളിൽ നന്ദി കാണിക്കണമെന്ന് അറിയാവുന്ന ഒരു നല്ല മനുഷ്യനായതുകൊണ്ടാണ് അദ്ദേഹം ആ രീതിയിൽ പറയുന്നത്. നന്ദികെട്ട വർഗ്ഗമാണെന്നുണ്ടെങ്കിൽ അദ്ദേഹവും വേറെ രീതിയിൽ തന്നെ പറഞ്ഞേനെ. ഇദ്ദേഹവും ഇവിടെ എടുത്തു പറയുന്നത് LDF സർക്കാർ ഞങ്ങൾക്ക് വേണ്ടി സാക്ഷാത്കരിച്ച് തന്നിട്ടുള്ള വീട് വളരെ നല്ല വീടാണ്. ആ വീട്ടിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങളുമില്ല. ആ പ്രശ്നങ്ങൾ പറഞ്ഞുണ്ടാക്കാനിരിക്കുന്ന ചില ആളുകളുണ്ട്. ആ ആളുകൾക്കാണ് ഏറ്റവും വലിയ പ്രശ്നമെന്നാണ്. ബാക്കി കേട്ട് നോക്കാം. ഞാനിപ്പോ ചോദിക്കാനുള്ള കാരണം, ഞാൻ ഇന്നലെ ഒരു ഫംഗ്ഷന് പോയിരുന്നു ഇവിടെ അടുത്തുള്ള. അപ്പൊ അവിടുത്തെ ധർമ്മടത്ത് നിന്ന് വന്ന ആളുകൾ എന്നോട് ചോദിച്ചത്, സർക്കാർ കൊടുത്ത വീടുകൾ ഒക്കെ വിണ്ട് കയറിയിട്ടൊക്കെ ഉണ്ടല്ലേ, വലിയ പ്രശ്നം ഉണ്ടല്ലേ എന്നാണ് ചോദിച്ചത്. ഞാൻ അവരോട് വിശദീകരിക്കേണ്ട ഒരു അവസ്ഥയിലാണ്. ഇതേ സംശയം ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർക്കും കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഉണ്ടാവും. കാരണം സാധാരണ സർക്കാരിന് പണിയുന്ന എല്ലാ കെട്ടിടങ്ങൾക്കും ഇങ്ങനെ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ. അതാണ് ആളുകളുടെ സങ്കല്പത്തിലുള്ളത്. അത് തന്നെയാണോ ഇപ്പോൾ നടന്ന ഈ അങ്ങനെ തന്നെയാണ്. കാരണം എന്താ പറയാ, ഈ വീട് ഞങ്ങൾക്ക് തന്ന വീടുകൾക്കൊക്കെ 5 വർഷം ഗ്യാരണ്ടിയാണ്. ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല. 5 വർഷം എന്തെങ്കിലും ചെറിയൊരു സംഭവം അവിടെ ഒരു വിളിച്ച് അല്ലെങ്കിൽ ഒരു പൊട്ടലോ ഉണ്ടെങ്കിൽ അത് അപ്പൊ അവിടെ അവര് ശരിയാക്കി തരികയാണ് ഊരാങ്ങില്ലെങ്കിൽ. അപ്പോ അങ്ങനെയാണ് ഞങ്ങൾ മുന്നോട്ട് പോണേ. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. സത്യം പറയുകയാണെങ്കിൽ കുടുംബങ്ങൾ പോയതുള്ള വിഷമമുള്ളൂ. ഇപ്പൊ ഞങ്ങള് ഈ കൽപ്പറ്റ ടൗണിൽ തന്നെ നല്ലൊരു വീട് ഞങ്ങൾക്ക് മുൻ സർക്കാർ ചെയ്തു തന്ന് വളരെ വളരെ സന്തോഷപൂർവ്വം ഞാൻ വീട് ഉഷാറാണ്. വീടുകൾ യാതൊരു കുഴപ്പമില്ല. എല്ലാവരും വന്ന് എന്റെ വീട്ടിൽ, അവിടെ നിന്നും എന്റെ ഭാര്യ വീട്ടുകാരൊക്കെ രാവിലെ ഉണ്ടായിരുന്നു. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. വീട് ഉഷാറാണ്. ഈ 14 ജില്ലകളിൽ നിന്ന് ആള് വരുന്നുണ്ട്, വന്ന് നോക്കുന്നുണ്ട്. വീട്ടിന് യാതൊരു കുഴപ്പമില്ല, ഉഷാറാണല്ലോ എന്നാണൊക്കെയാണ് പറയുന്നത്. വളരെ ഞങ്ങൾ ഹാപ്പിയാണ്. എന്തായാലും കണ്ടില്ല, അത് തന്നെയല്ലേ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെ? അതല്ലേ കേൾക്കേണ്ടത്. എന്തിനാണ് ഈ പറയുന്ന ഈ നാട്ടിലെ മാമാ മാധ്യമങ്ങൾ പറയുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ ഈ നാട്ടിലെ മാമാ മാധ്യമങ്ങൾ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ഈ നാട്ടിലെ മാധ്യമങ്ങൾ പാപ്പരാസികൾ ഇവരുടേതായിട്ടുള്ള ഇന്റൻഷനിൽ ഇവർക്ക് ആവശ്യമുള്ള ആളുകളെ, ഇവർക്ക് ഇഷ്ടമുള്ള ആളുകളെ മാത്രം സപ്പോർട്ട് ചെയ്യും. അതായത് VD സതീശനെ പോലെയുള്ള ചിരിക്കുന്ന CM എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ തരംഗമാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തരംഗമാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി PR വർക്ക് ചെയ്യുകയാണ് ഇന്നത്തെ ഈ മാധ്യമങ്ങളെല്ലാം. അന്ന് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ നാട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും ഈ നാട്ടിലെ മാധ്യമങ്ങൾ കൊട്ടിഘോഷിച്ചില്ല. ഈ നാട്ടിലെ മാധ്യമങ്ങൾക്ക് ആവശ്യം പിണറായി വിജയനെതിരെ സംസാരിക്കുക എന്നുള്ളൊരു കാര്യമായിരുന്നു, അല്ലെങ്കിൽ പിണറായി വിരുദ്ധത പരത്തുക എന്നുള്ളൊരു കാര്യമായിരുന്നു. അതിനുവേണ്ടി കിട്ടുന്ന ഓരോ ചാൻസുകളെയും അല്ലെങ്കിൽ കിട്ടുന്ന ഓരോ പോയിന്റുകളെയും ഒരു അവസരമാക്കി കണ്ടുകൊണ്ട് തന്നെ ഈ നാട്ടിലെ വൃത്തികെട്ട മാധ്യമങ്ങൾ വൃത്തികെട്ട കളികൾ കളിച്ചു. നല്ല പക്ക PR കളികൾ. ആ PR കളികൾ വേണ്ട രീതിയിൽ വേണ്ട ഇടങ്ങളിൽ ഫലം കണ്ടു. നമുക്കറിയാം, EVM മെഷീൻ തട്ടിപ്പ് കൊണ്ടാണ് ഇടതുപക്ഷത്തിനെ മാറ്റിയിട്ട് വലതുപക്ഷം ഇവിടെ വിജയം ഉണ്ടാക്കിയെടുത്തതെന്നൊക്കെയാണ് പലരും പറയുന്നത്. അതിൽ എത്രത്തോളം വസ്തുതയുണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ രത്തൻ കേൽക്കർ എന്ന് പറയുന്ന ഒരാളെ ഇവിടെ നിയമിച്ചതും, അതേപോലെ തന്നെ ഈ VD സതീശൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ കൂടിക്കാഴ്ച, അദ്ദേഹത്തിൻ്റെ ഗൾഫിലേക്കുള്ള യാത്രയും ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അതിൽ എന്തൊക്കെയോ ഉടായ്പകൾ നടന്നിട്ടുണ്ടെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഈ പലപ്പോഴും വീഡിയോസ് പങ്കുവെക്കുന്ന സമയത്ത് ഫേസ്ബുക്കിൽ വന്നിട്ട് എൻ്റെ അച്ഛനെയും അമ്മയെയും അടക്കം, അല്ലെങ്കിൽ എന്നെ വരെ ചീത്ത വിളിക്കുന്ന ചില മക്കളുണ്ട്. പലതന്തയ്ക്ക് പിറന്ന മക്കളെന്നേ എനിക്ക് ഇവന്മാരെ വിളിക്കാനുള്ളൂ.
സ്വന്തം തന്ത ആരാണെന്ന് പോലും അറിയാത്തവന്മാരാണ് ഈ രീതിയിൽ വന്ന് കമന്റ് ചെയ്യുന്നത്. എടാ 10 വർഷമായിട്ട് ഈ നാട്ടിൽ ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടായിരുന്നു. ആ പാർട്ടി ഈ നാടിന് വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളെയാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഞാൻ വെറുതെ വന്നിരുന്നൊരു വായത്താളം ഇടുന്നതല്ല. വലതുപക്ഷ സർക്കാർ ഇവിടെ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ, നല്ലത് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വലതുപക്ഷ സർക്കാരിനെ പറ്റി നല്ലത് പറയാനും ഞാൻ തന്നെ ഇവിടെ ഉണ്ടാവും. ഇടതുപക്ഷ സർക്കാർ ചെയ്തു വെച്ചിട്ടുള്ള നല്ല കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് മെഴുകുന്ന ആളുകൾക്കിടയിലേക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ പങ്കുവെക്കുന്നത്. അല്ലാതെ ഞാൻ ഒരിക്കലും ഒരു കമ്മി ആയതുകൊണ്ടോ, ഞാൻ ഒരിക്കലും ഒരു സംഖ്യ ആയതുകൊണ്ടോ, ഒരു കൊങ്ങി ആയതുകൊണ്ടോ ഒന്നുമല്ല. എനിക്ക് ഇന്ന ഒരു പാർട്ടി എന്നൊന്നുമില്ല. ഏത് പാർട്ടിയാണെന്നുണ്ടെങ്കിലും നല്ല ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല കാര്യം ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്കൊപ്പം തന്നെ ഞാൻ നിലകൊള്ളും. അല്ലാതെ എൻ്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് മുഖമില്ലാത്ത, ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത, സ്വന്തം തന്ത ആരാണെന്ന് പോലും അറിയാത്തവന്മാർ വന്ന് കമന്റ് ചെയ്യുമ്പോൾ അതിനെയൊന്നും ഞാൻ വലിയ മുഖവിലക്ക് എടുക്കാൻ പോകുന്നില്ല. ആദ്യം സ്വന്തം മുഖമുള്ള ഐഡിയിൽ നിന്ന് കമന്റ് ഇടാൻ പഠിക്കണം. അതില്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ വീട്ടുകാര്യങ്ങളിൽ ഇടപെടാനായിട്ട് നിൽക്കരുത്. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ വിവരം അറിയുമെന്നുള്ളൊരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് നല്ല കാര്യം ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അദ്ദേഹം ഒന്നും ചെയ്തില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ ക്യാമ്പയിനിങ്, നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ എടുത്തിട്ട് കൊട്ടിഘോഷിക്കുന്നുണ്ട്. ആ രീതിയിൽ ഒരിക്കലും ഞാൻ അങ്ങനെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ മുൻപുള്ള വീഡിയോസ്, യൂട്യൂബിലുള്ള വീഡിയോസ് നോക്കി കണ്ടവർക്കൊക്കെ അറിയാം, നമ്മൾ എല്ലായ്പ്പോഴും നല്ലതിനൊപ്പവും നേരിനൊപ്പവും നിന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയും എവിടെയും എന്തും പറയാനുള്ള ഒരു ധൈര്യവും എനിക്കുണ്ട്. ഇതിപ്പോൾ പലരും വന്ന് പേടിപ്പിക്കും, നീ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കൂടെ ആരും കാണില്ല, വീട്ടുകാർ കാണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും പറയുന്നുണ്ടാവാം. ഇങ്ങനെയുള്ള ഊലാമ്പികൾ കണ്ടു കഴിഞ്ഞാലൊന്നും പേടിക്കാൻ പോകുന്നില്ല എന്നൊരു കാര്യം ഞാൻ എടുത്ത് പറയുകയാണ്. നല്ലത് ആര് ചെയ്താലും നല്ലതാണെന്ന് തന്നെ പറയും. അപ്പൊ ഈ ഒരു വിഷയത്തില്, വയനാട് വിഷയത്തില് എല്ലാ ആളുകളും വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച ഒരു കാര്യമായിരുന്നു നൗഫലിന്റെ വീട്ടിലെ വിള്ളൽ. ആ വിള്ളലിന്റെ കഥകളൊക്കെ നമ്മൾ പിന്നീട് കണ്ടു, അതെങ്ങനെയൊക്കെയാണ് പോകുന്നതെന്ന് കണ്ടു. ഇന്നിപ്പോൾ ആ വിള്ളലും ഇല്ല, നൗഫലും ഇല്ല. നൗഫലിന്റെ സഹോദരനും അതേപോലെ തന്നെ അവരുടെ കുറച്ച് കുടുംബാംഗങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തിനു വേണ്ടിയായിരുന്നു നൗഫലിനെ ഇറക്കി കളിച്ചതെന്നും, എന്തിനു വേണ്ടിയാണ് ആശമാരെ ഇറക്കി കളിച്ചതെന്നും, എന്തൊക്കെ രീതിയിലാണ് മെഴുകിയതെന്നും ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും അല്ലേ. ഞാൻ ഇതേ വീഡിയോയുടെ കൂട്ടത്തിൽ തന്നെ നിങ്ങളെ വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. തിരുവനന്തപുരം ജില്ലയിൽ നടന്നൊരു കാര്യം കൂടിയാണ്. ആ ഒരു കാര്യം നിങ്ങളെ കാണിച്ചതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളോട് പറഞ്ഞിട്ട് പോവാം. എന്തായാലും ആ വീഡിയോയിലേക്ക് പോവാം. ഇത് വലിയ തുറയാണ് കേട്ടോ. തുണിമാറ്റാൻ പോലും സൗകര്യമില്ല. നോക്കിയാൽ മോൻ അറിയാൻ പറ്റും എങ്ങനെയാണ് നമ്മൾ വേവിക്കുന്നതും കിടക്കുന്നതും തുണിമാറ്റും എല്ലാം ഒരേ എടുത്താണ്. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങണം. മോനെ പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാൻ പോലും മോനെ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇടതുപക്ഷ സർക്കാർ പടുത്തുയർത്തിയ ഒരു കെട്ടിട സമുച്ചയമാണ് നിങ്ങൾ കാണുന്നത്. ടൗൺഷിപ്പ് പോലെ തന്നെ കേട്ടോ. 2 വർഷം കൊണ്ട് രാത്രി താമസിച്ച് അതിന്റെ ഫലമായി സർക്കാർ നല്ലൊരു ഫ്ലാറ്റ് തന്നു. നമ്മൾ നന്നായിട്ട് ജീവിച്ചു ഇതൊക്കെ അനുഭവിച്ചതിന് വേണ്ടി ഒരു ഭവനം മഴയും കാറ്റും കൊള്ളാതെ കിടക്കാം. അവിടെ അല്ലെങ്കിൽ മഴ വന്നാലും ഇടിവെട്ട് വന്നാലും ചോർച്ചയൊക്കെ ഉണ്ടായിരുന്നു സ്കൂളിൽ. നമ്മൾ ഒരുപാട് അനുഭവിച്ച് അതിന്റെ ഒരു ഭാഗമായി ഇവിടെ നോക്കിയാൽ ഒരു കുഴപ്പമില്ലാതെ നന്നായിട്ട് പോകും. കണ്ടില്ലേ, ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഈ പിണറായി വിജയൻ അടക്കമുള്ള പാർട്ടിയിലുള്ള ആളുകൾ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് മെഴുകുന്ന മക്കൾക്കൊക്കെ കാണാൻ സാധിക്കും. വെറുതെ നിങ്ങളുടെ മാധ്യമങ്ങളായിട്ടുള്ള ഈ പറയുന്ന നിങ്ങളുടെ കുറച്ച് ഏഷ്യാനെറ്റ് ന്യൂസും മാതൃഭൂമി ന്യൂസും മീഡിയ വണ്ണും ഒക്കെ പറയുന്നതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും അങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ. ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ നാടിന് വേണ്ടിയിട്ടും ഈ നാട്ടിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളൊരു പാർട്ടി തന്നെയാണ് ഇടതുപക്ഷം. അത് ഞാനൊരു പാർട്ടിയെ കൂട്ടുപിടിച്ചുകൊണ്ട് പറയുന്നതല്ല, നമ്മുടെ കൺമുൻപിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് പറയുന്നതാണ്. മതത്തിനല്ല പ്രാധാന്യം, മനുഷ്യനാണ് പ്രാധാന്യം എന്ന് കാണിച്ചു തന്നൊരു പാർട്ടി തന്നെയായിരുന്നു ഇടതുപക്ഷം. ആ പാർട്ടി ഈ നാട്ടിലെ ജനങ്ങൾ തോൽപ്പിച്ചു വിട്ടു എന്ന് പറഞ്ഞാലും അവരുടെ ആദർശവും അവരുടെ രാഷ്ട്രീയവും എല്ലാം ഇന്നും ഈ നാട്ടിൽ ഓരോ ജനങ്ങളുടെ ഉള്ളിൽ മലയടിക്കുന്നുണ്ട്. എന്തായാലും വലിയൊരു തിരിച്ചടിയായിട്ട് അല്ലെ തിരിച്ചൊരു വരവ് ഉണ്ടാവുമെന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയുകയാണ്. അപ്പോൾ ഒന്നും ഈ നാട്ടിൽ ചെയ്തിട്ടില്ല, ഒന്നും ഈ നാട്ടിൽ ജനങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെഴുകുന്ന പല ആളുകളും ഇതൊക്കെ ഒന്ന് കാണുക. ഇതൊക്കെ ഒരു നേർക്കാഴ്ചകളാണ്. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.